ഹായ് ഗൈസ്. അപ്പോൾ HTML ലിസ്റ്റ് ടാഗുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കി. ഇനി HTML എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഒരു ടേബിളിലെ മേജർ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് റോയും കോളവും ആണ്. ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ റോസ് കിട്ടും. ആ റോസിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് HTML ഒരു ടേബിളിലെ സ്ട്രക്ചറും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ എന്നൊരു ടാഗ് ഉണ്ട് നമുക്ക്. സോ ആ ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുക, അതിന്റെ ഓപ്പണിംഗ് ടാഗ് കൊടുക്കുക. ലൈക്ക് ടേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാഗ് ഓപ്പൺ ആയി കിട്ടും. നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ DR എന്നുള്ളൊരു ടാഗ് ഉണ്ട്. ഇതാണ് റോ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ്. ഞാൻ ടേബിളിലെ സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ ടേബിളിന്റെ ഉള്ളിൽ ഡിഫറെന്റ് മൾട്ടിപ്പിൾ റോസ് ഉണ്ടാവും. ആ റോസിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടാവും. സോ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിൾസിന് രണ്ട് പാർട്ടാക്കി ഞാൻ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹെഡ് പോർഷനും സെക്കൻഡ് ബോഡി പോർഷനും. മിക്കവാറും എല്ലാ ടേബിൾസിനും ഒരു ഹെഡർ പാർട്ടും ഒരു ബോഡി പാർട്ടും ഉണ്ടാവും. കാരണം അതെന്താണ് ഇതിന്റെ അടിയിലുള്ള ഡാറ്റ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹെഡ് പോർഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആ ഹെഡ് പോർഷനെ ടി ഹെഡ് എന്നുള്ളൊരു ടാഗ് കൊണ്ട് റാപ്പ് ചെയ്യും. ബോഡി പോർഷനെ ടി ബോഡി എന്നുള്ളൊരു ടാഗ് കൊണ്ട് റാപ്പ് ചെയ്യും. ഇത് HTML5 വന്നൊരു അപ്ഗ്രേഡ് ആണ്. HTML5 കൂടി നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഹെഡ് ബോഡി പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. സോ അത് കുറച്ചും കൂടി ഇതിന്റെ റീഡബിലിറ്റിയും അതേപോലെ കുറച്ചും കൂടി സിൻഡാക്ടിക്കലി സോളിഡ് ആക്കും നമ്മളെ HTML കോഡിനെ. സോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡും പോർഷനും സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ TRും THും വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ THും DT ഇത് കോളം ക്രിയേറ്റ് ചെയ്യാൻ TH എന്നുള്ള ടാഗ് യൂസ് ചെയ്യാം, DT എന്നുള്ള ടാഗ് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി DH എന്ന് പറയുന്നത് ഹെഡിലെ കോളം, ഹെഡ് പോർഷനിലെ കോളത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു ഹെഡിങ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അതേപോലെ TT എന്ന് പറയുന്നത് അല്ലാതെ നോർമൽ എല്ലാ കോളംസിനും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TT എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്യാം. സോ അത്രയാണ് ടേബിളിന് സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള. പിന്നെ HTML ഈ ടേബിളിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് ആട്രിബ്യൂട്ട് ബോർഡർ എന്നുള്ളതാണ്. ഈ ബോർഡർ എന്നുള്ളത് ജസ്റ്റ് കൊടുക്കുന്നത് ഈ ടേബിളിൽ ഒരു ത്രൂ ഔട്ട് ഒരു ബോർഡർ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പല രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കുറെ ആട്രിബ്യൂട്ട്സ് ഓൾറെഡി HTML ഈ ടേബിൾ ടാഗിന് തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് കോൾ സ്പാനും റോ സ്പാനും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് രണ്ട് കോളം മെർജ് ചെയ്തിട്ട് അത് കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ കോളം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ രണ്ട് റോ മെർജ് ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് സിംഗിൾ റോ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് രണ്ട് നില മൂന്നാവാം, നാലാവാം, ഒരു രണ്ട് കോളാവാം, മൂന്ന് കോളാവാം, 4 റോ ആവാം, അങ്ങനെയൊക്കെ ആവാം. അത് എന്ത് കൗണ്ടാണ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ സാധനത്തിലോട്ട് മാറ്റാൻ ആവശ്യം വരും. സോ അതിനാണ് ഈ കോൾ സ്പാനും റോ സ്പാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കോൾ സ്പാന് യൂസ് ചെയ്യുന്നത് പേര് പറയുന്ന പോലെ തന്നെ കോളംസ് ജോയിൻ ചെയ്തിട്ട് സിംഗിൾ കോളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ജോൺ എന്നുള്ള ഒരു പേരിലുള്ള ആൾക്ക് ജസ്റ്റ് ടെമ്പ് ഐഡിയും ID എന്ന് പറയുന്ന രണ്ട് ഫീൽഡും സെയിം നമ്പറാണ്. സോ ആ രണ്ട് കോളംസ് ഞാൻ ജോയിൻ ചെയ്തിട്ട് സിംഗിൾ കോളാക്കി. അതേപോലെ തന്നെ ഈ ടേബിളിലുള്ള രണ്ട് യൂസർക്കും ജോണും ഡ്യൂ എന്ന് പറയുന്ന രണ്ട് യൂസേഴ്സിനും ടെലിഫോൺ നമ്പർ സെയിം ആണ്. സോ ഞാൻ രണ്ട് റോയും ജോയിൻ ചെയ്തിട്ട് സിംഗിൾ റോ ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുക. ഇതാണ് ഇതിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ആട്രിബ്യൂട്ട്. ബാക്കിയുള്ള സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് അറിയാനും ടേബിൾ ടാഗിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതിൽ കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ ടാഗിന്റെയും എല്ലാ ആട്രിബ്യൂട്ട്സും അവിടെ ചെക്ക്ഔട്ട് ചെയ്താൽ കിട്ടും. എപ്പോഴും അത് വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഇത് കോഡ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു യൂസ് കേസ് വരുമ്പോൾ പെട്ടെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നത് കീവേഡാണ് മനസ്സിലാക്കാമല്ലോ. ആ കീവേഡ് സെർച്ച് ചെയ്യുന്ന പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അത് സഹായിക്കും. സോ ഇത്രയൊക്കെയാണ് ടേബിൾ ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം HTML ഭൂരിഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗ്സ് നമ്മൾ കവർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഇത് സ്റ്റൈൽ ചെയ്യുന്ന പോർഷനിലോട്ട് കടക്കാം. CSS പഠിച്ചു തുടങ്ങാം. സോ CSSന്റെ സീരീസ് പിൻ ചെയ്തിട്ടുണ്ടാവും. സോ അത്രയാണ് പറയാനുള്ളത്. അതേപോലെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് HTML കൂടുതൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പക്ഷെ എന്നാൽ HTML മറ്റു ടാഗുകൾ നമുക്ക് പറ്റുമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ്.